ന്യൂസ് ടെൻസ് തുടരുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആണ് ഇപ്പോഴും തുടരുന്നത്. 9ാം ദിവസമാണ് തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. മുണ്ടക്കൈ, സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആണ് പരിശോധന. വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുന്നുണ്ട്. കാഡവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുന്നു. ഒപ്പം പ്രദേശവാസികളെ അധികമായി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുമാണ് തുടരുന്നത്. ഇനി ദിവസങ്ങളോളം തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പശ്ചാത്തലം ആണുള്ളത്. ഓരോ ദിവസം കഴിയുന്തോറും തെരച്ചിൽ കൂടുതൽ വിഷമകരം ആകുന്ന സാഹചര്യം. മാത്രവുമല്ല, മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക എന്നത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് 152 പേരെയാണ് ഇനിയും കണ്ടെത്താൻ ഉള്ളത്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഏറ്റവും അധികം മൃതദേഹം കണ്ടെടുത്തത് ചാലിയാറിൽ നിന്നായിരുന്നു. അവിടെ പരിശോധന ഇന്നും തുടരുന്നുണ്ടോ? ഒപ്പം ഈ ദുരന്തം നേരിട്ട് ബാധിച്ച മുണ്ടക്കൈ, ചൂരൽ മല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇന്നത്തെ പരിശോധന? അഭിലാഷ്, ഇനിയുള്ള മണിക്കൂറുകൾ ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം തന്നെ വളരെ നിർണായകമാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു മൃതദേഹങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് പുറത്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തെരച്ചിൽ കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കുകയും ചെയ്യുന്നത്. 9ാം ദിനവും രാവിലെ മുതൽ ആരംഭിച്ച തെരച്ചിൽ അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ചാലിയാറിന്റെ ഇരുകരകളിലും കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഇന്നും വിപുലമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. NDRFന്റെയും സേനാവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2 മൃതദേഹഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് അവിടെ ഈ ചാലിയാറിന്റെ ഇരു കരകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പുച്ചിരമട്ടം എന്ന പറയുന്ന പ്രദേശത്താണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു ഉത്ഭവ കേന്ദ്രം. ഇവിടെ നിന്നാണ് ഈ ഒരു ഉരുൾപൊട്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിച്ച് വലിയൊരു ദുരന്തമായി മാറുകയും ചെയ്തു. ഇവിടെ കൂടുതൽ വീടുകളുള്ള പ്രദേശമായിരുന്നു. ഈ കാണുന്ന ഈ പ്രദേശങ്ങളിൽ പാറ പൊട്ടിക്കിടക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ വീടുകളുണ്ടായിരുന്നു. ഇവിടെ നിരവധി പേരുണ്ടായിരുന്നു. അതിനു മുമ്പ് ആ ഭാഗത്തേക്ക് ഈ ഉരുൾപൊട്ടുന്നതിന്റെ തുടക്കം ഭാഗത്ത് ഒരു കോളനിയാണ് പുച്ചിരിമട്ടം എന്ന് പറയുന്ന ഒരു കോളനിയാണ്. അവിടെ ആദ്യം തന്നെ ഇത് ഉരുൾപൊട്ടുന്നതിന് മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയതുകൊണ്ട് അവിടുത്തെ വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നുവെങ്കിൽ പോലും അവിടുത്തെ ഉള്ള ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരുന്നു. പക്ഷേ അതിൽ പലരും മുണ്ടക്കൈ എന്ന പ്രദേശങ്ങളിലേക്കാണ് മാറിയത്. ചൂരൽമലയിലൊക്കെയാണ് മാറിയത്. അതായത് സുരക്ഷിത സ്ഥാനത്തേക്കാണ് തങ്ങൾ മാറുന്നത് എന്ന് കരുതി ചെന്നെത്തിയ സ്ഥലവും ദുരന്തപൂർണ്ണമാകുന്നതും അതും ഒരു ദുരന്ത പ്രദേശം ആയി മാറുകയും അവരുടെ ജീവന് ഹാനി പറ്റുകയും അവരെ പലരെയും ഇപ്പോഴും കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണ്. സർക്കാരിന്റെ ഒരു കണക്കനുസരിച്ച് 152ഓളം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചൂരൽമല, ഒപ്പം തന്നെ മുണ്ടക്കൈ, അട്ടമല കേന്ദ്രീകരിച്ച് ഇന്ന് അന്വേഷണം നടക്കുന്നുണ്ട്, തെരച്ചിൽ നടക്കുന്നുണ്ട്. NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും സേനാവിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ ഒരു വിപുലമായ അന്വേഷണമാണ് നടക്കുന്നത്. റഡാർ സംവിധാനവും കാഡവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെയാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ തന്നെ പ്രദേശവാസികളെ, അതായത് ഈ വീട് എവിടെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ സ്ഥലത്തിൻ്റെ ഒരു രൂപം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ തയ്യാറാകുന്ന പ്രദേശവാസികൾ ഇവിടേക്ക് ഇപ്പോൾ പലരും ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ദുരിതം ബാധിച്ചതിന് ശേഷം ഈ ഒരു ക്യാമ്പുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒപ്പം തന്നെ ഹോസ്പിറ്റലുകളിലേക്കും ഒക്കെ മാറിയിട്ടുള്ള നിരവധി പേരുണ്ട്. അവർക്കും തന്നെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഇതുവരെ മുക്തി നേടി ആ ഒരു മനസ്സിൽ നിന്ന്, അതായത് മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു ദുഃഖത്തിൽ നിന്ന് ആ ഒരു മരവിച്ച മനസ്സ് മാറാതെ, അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ നിന്ന് വരെയും തിരികെ അവർക്ക് കരകയറാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളത് വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പ്രദേശവാസികൾ ഇവിടുന്ന് മാറി സുരക്ഷിത സ്ഥാനത്തേക്ക്, മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ച ആളുകളുണ്ട്. അവിടെ ഇവിടേക്ക് തങ്ങളുടെ താമസിച്ചിരുന്ന അതായത് ജനിച്ചപ്പോൾ മുതൽ താമസിച്ചിരുന്ന ആ സ്ഥലം കാണാനായി അവർ പലരും വരുന്നുണ്ട്. അവരൊക്കെ പലരും ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ വിശദീകരിച്ച് നൽകുകയാണ്. ഇവിടെ എങ്ങനെയായിരുന്നു, ഇവിടെ എത്രത്തോളം ആളുകളുണ്ടായിരുന്നു, ഇവിടെ എത്രത്തോളം റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ എത്രത്തോളം ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു, എത്രത്തോളം അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരാരൊക്കെയാണ്, പുറത്തുനിന്ന് ആളൊക്കെ വന്ന് താമസിക്കുന്ന പ്രദേശമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമായും ചോദിച്ചറിയുകയാണ്. അവരുടെ പേരുവിവരങ്ങൾ കൂടി ഈ ഉദ്യോഗസ്ഥർ എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ തെരച്ചിലാണ് ഈ ഒരു 9ാം ദിവസവും ഇന്ന് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു 2 ഗ്രാമങ്ങളെ ഒട്ടാകെ
ഒലിച്ചു കൊണ്ടുപോവുക, വീടുകളുടെ അടിത്തറ ഉൾപ്പെടെ ഒലിച്ചു കൊണ്ടുപോവുക എന്നുള്ള വലിയൊരു ദുരന്തം, അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. ജനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്ന അനുസരിച്ച് കേന്ദ്രീകരിച്ചുമൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. ഇവിടെയെല്ലാം പാറക്കെട്ടുകൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. 40 അടിയോളം താഴ്ച ഉണ്ട്. 40 അടിയോളം മുകളിലേക്ക് കല്ലും മണ്ണുമായി ഒക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അത്രത്തോളം ദുരിതപൂർണമാണ് ഈ ഒരു പ്രദേശം. ഇവിടെ നിന്ന് ഈ കല്ലുകൾ മാറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഹിറ്റാച്ചികളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഒക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന്, ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രത്യേകം ഒരു റോഡ് തയ്യാറാക്കി ആണ് ഈ പ്രദേശത്തേക്ക് ഇവരൊക്കെ എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ഈ ദുരന്തമുഖത്ത് ഇവർ ഈ കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള തെരച്ചിൽ, ഈ മൃതദേഹങ്ങൾ ഇനി എങ്ങനെ കണ്ടെത്താൻ സാധിക്കും, ഇവരെയൊക്കെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു ആശങ്ക പ്രധാനമായുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഇനി എങ്ങനെയാണ്, എത്രത്തോളം ദിവസങ്ങൾ ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് വിശദീകരിക്കാമെന്നാണ് മന്ത്രി തല ഉപസമിതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.